ഗോസ്പൽ സീസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യകാലത്ത് ഇതിന്റെ പേര് ദ എ വേ ഓഫ് ലൈഫ് ആയിരുന്നു. ബിൽ ഡബ്ല്യു തന്നെ അദ്ദേഹത്തിൻ്റെതായ വിവിധ രചനകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചില സ്പീച്ചുകളിൽ നിന്നൊക്കെ അദ്ദേഹം തന്നെ അമർത്തിയെടുത്തിട്ട് സംഗ്രഹിച്ചതാണ്. ഇതൊരു കമ്പൈലേഷനാണ്, കമ്പൈൽ ചെയ്താണ്. അപ്പോ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വേ ഓഫ് ലൈഫിൽ ജീവിക്കാൻ ശ്രമിക്കുന്നവരായിക്കൊണ്ട് ഇത് വേ ഓഫ് ലൈഫാണ്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കുന്നത് ഏറ്റവും ഗുണപ്രദവും മൂന്ന് പൈതൃകങ്ങളെ കവർ ചെയ്തിട്ടത്. അതായത് മോചനം, ഐക്യം, സേവനം. ഈ മൂന്ന് റിക്കവറി, യൂണിറ്റി ആൻഡ് സർവീസ് മൂന്നെണ്ണത്തിനും ഇത് കവർ ചെയ്തിട്ട് എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായ എല്ലാ പുസ്തകങ്ങളും ഗ്രേപ്പ് വൈനിൽ അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ എടുത്തിട്ടുള്ളതാണിത്. പിന്നൊരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്, നമുക്ക് പല ലിറ്ററേച്ചറുകളെ കുറിച്ച് പരിചയപ്പെടാനൊക്കെ ഒരു ചാൻസാണ്, റഫലി പരിചയപ്പെടും. പിന്നെ ഇതിലെ യഥാർത്ഥത്തിലുള്ള ഇതിന്റെ നമ്മളുടെ ഒരു ആവശ്യത്തിന് ഇത് വളരെയധികം ഫുൾഫിൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് സ്പിരിച്വലി എൻലൈറ്റൻഡ് ആവലാണ്, സ്പിരിച്വൽ അവേക്കനിങ് കിട്ടുന്നതാണ്. അതിന് കുറേക്കല്ല എന്നൊരു വിധം നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു ബുക്കാണ്. അപ്പൊ ഇനി ഇതിൽ 147 പേജാണ് നമുക്ക് പോകേണ്ടത്. ദ ലോഡ് സ്റ്റാർ. ദ ലോഡ് സ്റ്റാർ, അതായത് എയെ കുറിച്ച് പറഞ്ഞ ദ ലോഡ് സ്റ്റാർ. ലോഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മള് ധ്രുവ നക്ഷത്രം എന്നൊക്കെ പറയും. പോൾ സ്റ്റാർ നോർത്തില്, അതായത് പണ്ട് കാലത്തൊക്കെ ഈ കപ്പലുകളൊക്കെ ധ്രുവ നക്ഷത്രത്തിനെ നോക്കിയിട്ട് അങ്ങനെയാണ് അവർ ദിക്ക് കണ്ടുപിടിച്ചിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് വളരെ പണ്ട് കാലത്ത്. ഈ നാവിഗേഷൻ ലൈറ്റ്സ് ഒക്കെ ഇപ്പൊ ഉള്ള പോലും ഇല്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ. അപ്പൊ അതിനെ സത്യം പറഞ്ഞ ഒരു വഴികാട്ടി എന്നൊക്കെ പറയാം. വഴികാട്ടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികാട്ടിയാണെന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് പോൾ സ്റ്റാറിനെ പോലെ, ധ്രുവ നക്ഷത്രത്തിനെ പോലെ. നോക്കാം. ഇത് എടുത്തിട്ടുള്ളത്, ഇതിൽ 2 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഗ്രേപ്പ് വൈനിലെ മാർച്ച് 1958 പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിന്റെ പേര് ഓൺ ദ ആൽക്കഹോളിസം ഫ്രണ്ട്. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എയുടെ മാഗസീനാണ്. അറിയാത്തവരൊക്കെ അവർക്ക് വേണ്ടി പറയാം. അപ്പൊ ഇതിൽ 2 ഭാഗത്താണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ ബുക്കിന്റെ, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് വൈനിലെ ബിൽ ഡബ്ല്യുവിന്റെ ആർട്ടിക്കിൾസിനെയൊക്കെ സംഗ്രഹിച്ചിട്ടാണ്, എല്ലാം കൂടി സംഗ്രഹിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നല്ല, ഒരുവിധം എല്ലാം ഉണ്ട്. എന്തെങ്കിലും മിസ്സായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുവിധം എല്ലാ ആർട്ടിക്കിൾസും. ഇപ്പോ 2 ഭാഗത്തായിട്ടാണ്. ഒന്ന്, ആദ്യത്തെ പറയുന്ന ഭാഗം 184, അതായത് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത്, ഈ ലേഖനം തുടങ്ങുന്നത് അവിടെ 2ാമത്തെ പാരഗ്രാഫിൽ. പിന്നെ 2ാമത്തെ ഭാഗം എടുത്തിട്ടുള്ളത് പേജ് 190 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാന ഭാഗം, ഈ ലേഖനത്തിന്റെ അവസാന ഭാഗം, ലാസ്റ്റ് ബട്ട് 1 പാരഗ്രാഫ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ നിന്നും 2ാമത്തെ പാരഗ്രാഫും പിന്നെ ഒടുക്കത്തിന് തൊട്ട് മുമ്പുള്ള 2ാമത്തെ പാരഗ്രാഫും. നോക്കാം എന്താണ് ഇത് പറഞ്ഞത്, എങ്ങനെയാണ് വഴികാട്ടിയായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. We can be grateful for every agency or method that tries to solve the problem of alcoholism, whether of medicine, religion, education, or research. We can be open-minded toward all such efforts, and we can be sympathetic when the ill-advised ones fail. We can remember that AA itself ran for years of trial and error. As individuals, we can and should work with those that promise success, even a little success. ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. അതായത്
184 പേജിൽ ആർട്ടിക്കിളിന്റെ 2ാമത്തെ പാരഗ്രാഫ്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? We can be grateful for every agency or method that tries to solve the problem of alcoholism. നമുക്ക് എല്ലാവരോടും നമ്മളുടെ ഈ ആൽക്കഹോളിസം എന്നുള്ള ഈ മദ്യാസക്തി എന്നുള്ള ഈ രോഗത്തിന്റെ ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആയിട്ടുള്ള ശ്രമിക്കുന്ന ഓരോരോ അവരുടേതായ പരിപാടികൾ കാണിച്ചു തരുന്നുണ്ടാവും. അവരോടൊക്കെ അങ്ങനത്തെ ഏത് ഏജൻസി ആയി കഴിഞ്ഞാലും അവരോടൊക്കെ നമുക്ക് കൃതജ്ഞത ഉള്ളവരാണ്. ഹൈഫൻ, പിന്നെ ഒരു ഹൈഫൻ ഒരു ഡാഷ് ആണ്. വെദർ ഓഫ് മെഡിസിൻ, അത് ചിലപ്പോ എന്താ പറയാ വൈദ്യശാസ്ത്രത്തിന്റെ ആവാം, റിലീജിയൻ മതത്തിന്റെ ആയിരിക്കാം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായിരിക്കാം, ഓർ റിസർച്ച്, അത് പല പുതിയ കണ്ടുപിടുത്തങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള റിസർച്ചിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം. ഇത് ഏതായാലും നമുക്ക് അവരോടൊക്കെ കൃതജ്ഞത ഉള്ളവരാണ്. കാരണം അവരുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഈ രോഗത്തിനുള്ള പരിഹാരം, ആൽക്കഹോളിസം, വലിയ മാലഡി. We can be open-minded toward all such efforts and we can be sympathetic when the ill-advised ones fail. അതെ, നമുക്കൊരു തുറന്ന മനസ്സോടുകൂടി അങ്ങനെയുള്ള എല്ലാ ശ്രമങ്ങളെയും നമുക്ക് കാണാം, സമീപിക്കാം. And we can be sympathetic when the ill-advised ones fail. ഇനി ആരെങ്കിലും അതില് അവരുടെ ചില ഉപദേശങ്ങളിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അല്ലാത്ത ഉപദേശങ്ങളിൽ പെട്ടിട്ട് എന്താ പറയാ അവർക്ക് തോൽവി പറ്റിയിട്ടുണ്ടെങ്കിൽ, റിക്കവറി വിചാരിച്ച പോലെ റിക്കവേർഡ് ആവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരോട് നമുക്ക് സിമ്പത്തറ്റിക് ആവാം, സഹതപിക്കാം. We can remember that AA itself ran for years on trial and error. അതെ, നമ്മളിപ്പോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഓർമ്മിക്കാം, AA തന്നെ കുറെ കാലം ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് പോയത്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ പലതും ശ്രമിച്ചു നോക്കണമെന്ന് നമ്മൾ ശരിയായിക്കൊള്ളുന്നില്ല. അതിലൊക്കെ കുറെ വീഴ്ചകൾ പോരായ്മകളൊക്കെ വരുന്നു. ആ പോരായ്മകളൊക്കെ വീണ്ടും നമ്മൾ എന്താ പറയുക കൂടുതൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി, അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ആസ് ഇൻഡിവിജ്വൽസ് വി ക്യാൻ ആൻഡ് ഷുഡ് വർക്ക് വിത്ത് ദോസ് ദാറ്റ് പ്രോമിസ് സക്സസ് ഈവൺ എ ലിറ്റിൽ സക്സസ്. വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാം. ദോസ് ദാറ്റ് പ്രോമിസ് സക്സസ്, ആ വിജയം അവകാശപ്പെടുന്നവരെന്നോ അല്ലെങ്കിൽ വിജയം നമ്മൾക്ക് വേണ്ടി വിജയത്തിനെ അവര് ഒരു വാഗ്ദാനം ചെയ്യുന്നവരാണെങ്കിൽ, വിജയത്തിന് വാഗ്ദാനം ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കാം. ഈവൺ എ ലിറ്റിൽ സക്സസ്, അത് ചെറിയ ഒരു രീതിയിലുള്ള വിജയമായാലും എ ലിറ്റിൽ സക്സസ്, വളരെ കുറച്ച് വിജയം ഉള്ളവരാണ്. അപ്പൊ അവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അവരോടൊക്കെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഇനിയാണ് ഇതിന്റെ 2ാമത്തെ ഭാഗം. ഇത് ലേഖനത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ബട്ട് വൺ പാരഗ്രാഫ്, അവസാനത്തിന്റെ മുമ്പത്തെ പാരഗ്രാഫ്. Every one of the pioneers in the total field of alcoholism will generously say that it had not been for the living proof of had it not been for the living proof of recovery in AA, they could not have gone on. Okay, AA was the lodestar of hope and help that kept them at it. നോക്കാം. എവ്രി വൺ ഓഫ് ദ പൈനിയേഴ്സ്, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഇതിൽ ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇൻ ദ ടോട്ടൽ ഫീൽഡ് ഓഫ് ആൽക്കഹോളിസം, അതായത് ഏല് മാത്രമല്ല ആൽക്കഹോളിസത്തിൽ തന്നെ, ആൽക്കഹോളിസം എന്നുള്ള ആ ഒരു മേഖലയില് ആദ്യകാലത്ത് പ്രവർത്തിച്ച എല്ലാവരും തന്നെ will generously say that had it not been for the living proof of recovery in AA, they could not have gone on. അതെ, ഇതിൽ നിന്ന് കിട്ടുന്ന, അതായത് ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, എയിൽ കൂടെ മോചിതരാവുന്നവരുടെ ജീവിച്ചിരിക്കുന്ന തെളിവുകളെ അവർ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ
ആ തെളിവുകൾക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ they could not have gone on. അവർ പിന്നീട് ആ ഫീൽഡിൽ പോയിട്ടേ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇവിടെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മളൊക്കെ അത് തന്നെയാണ്. അപ്പൊ ആദ്യകാലത്തെ പൈനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ആൽക്കഹോളിസം ഫ്രണ്ടിൽ തന്നെ ഉള്ളവര്, അവർക്കൊക്കെ എ എത്ര വിശ്വസ്തമായി. എങ്ങനെ വിശ്വസ്തമായത്? എയില് കൂടെ വരുന്ന റിക്കവറിയുടെ റേറ്റ് കണ്ടു. വേറെ പലതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വേറെ പല മെത്തേഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ റേറ്റ് ഓഫ് റിക്കവറി കണ്ടിട്ട്, അപ്പൊ അത് കണ്ടിട്ട് അതിനോടുള്ള സത്യം പറഞ്ഞ ഒരു ആകർഷണോ ഇല്ലെങ്കിൽ അതിനോടുള്ള വിശ്വാസം വന്നതോടുകൂടി മാത്രമാണ് ഇവര് ശരിക്കും, അതാണ് അതിന്റെ ആശയം, ഇവര് പിന്നീടും ആ ഫീൽഡിൽ തന്നെ തുടർന്നത്. AA was the lodestar of hope and help that kept them at, and help that kept them. A ആയിരുന്നു അവരുടെ വഴികാട്ടി. എന്തിന്റെ? ആ വഴികാട്ടിയും ലോഡ്സ്റ്റാർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ പൈനിയേഴ്സ് ആയിട്ട് ആദ്യകാലത്ത് ഇതിൽ പ്രവർത്തിച്ച, ആൽക്കഹോളിസം ഫീൽഡിൽ പ്രവർത്തിച്ചവർക്ക് എ ആയിരുന്നു വഴികാട്ടി. അപ്പൊ എയിലത്തെ റിക്കവറിയും ഇതെല്ലാം കണ്ടുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ തുടരാൻ തീരുമാനിച്ചതും പലരും തുറന്നതും. പിന്നെ ലോഡ്സ്റ്റാർ ഓഫ് ഹോപ്പ് ആൻഡ് ഹെൽപ്പ്, അവർക്ക് ഹോപ്പ് ആൻഡ് ഹെൽപ്പ്, അവരെ ഇതിൽ തന്നെ കൂടുതൽ തുടരാനായിട്ട്, ഇതൊക്കെ തുറന്നുകൊണ്ട് പോവാനായിട്ട് സഹായിച്ചതും അതേപോലെ പ്രതീക്ഷ അവർക്ക് ഉണർത്തിയതും എ ആയിരുന്നു. അപ്പൊ എ ആണ് വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ധ്രുവ നക്ഷത്രം. മൊത്തം ആൽക്കഹോളിസം ഫീൽഡിലുള്ളവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിലെ വരുന്ന ഈ പേജ് സൂചിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, കോപ്പറേഷൻ വിതൗട്ട് അഫിലിയേഷൻ. നമ്മുടെ 6ാമത്തെ പാരമ്പര്യം കോപ്പറേഷൻ വിതൗട്ട് അഫിലിയേഷൻ. നമ്മൾ സഹകരിക്കുന്നു, പക്ഷെ നമ്മൾ ഒന്നിനോടും സംയോജിച്ചു പോകുന്നു. പിന്നെ സർവീസ്, നമ്മുടെ സേവനം. പിന്നെ ടോളറൻസ്, നമ്മുടെ സഹിഷ്ണുത. നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സിനോടും സഹിഷ്ണുതാപരമായിട്ടാണ് പെരുമാറുന്നത്. ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 2 പാരഗ്രാഫ്. ഇനി അടുത്തത്, അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതില് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല കേട്ടോ, ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാനെ. താങ്ക് യു. പേജിലേക്ക് പോകാം. താങ്ക് യു. അപ്പൊ പേജ് 148 എന്താണ്? മോർ ദൻ കംഫർട്ട്. അതായത് നമുക്ക് ഈ കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും പറയും, സൗഖ്യം, ചില സുഖലോലുപതയൊക്കെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, ആ സൗഖ്യാവസ്ഥയിൽ നിന്നേക്കാൾ കൂടുതൽ എന്നാണ് ഇതിന്റെ ഹെഡിങ്. അത് ഗ്രേപ്പ് വൈൻ മാർച്ച് 1962, 1962 മാർച്ചിലുള്ള ഗ്രേപ്പ് വൈൻ ആർട്ടിക്കിളിൽ നിന്ന് എടുത്ത ഭാഗങ്ങളാണ്. ആ ആർട്ടിക്കിളാണ് വൺ ഓഫ് ദ, എനിക്ക് ഏറ്റവും വലിയ എന്താ പറയുക, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കാൻ തോന്നാറുള്ളൊരു ആർട്ടിക്കിളാണത്. അതാണ് വാട്ട് ഈസ് ആക്സെപ്റ്റൻസ്. അതിഗംഭീരമായ ഒരു ആർട്ടിക്കിളായിരുന്നു ഞാൻ കണക്കാക്കുന്നത്. അല്ലാത്ത ആർട്ടിക്കിൾസ് ഒക്കെ ഗംഭീരം തന്നെയാണ്. ഇത് എനിക്ക് വളരെയധികം വാട്ട് ഈസ് ആക്സെപ്റ്റൻസ് എന്നുള്ള ആ ആർട്ടിക്കിളിന്റെ ലാസ്റ്റ് ബട്ട് 1 ബട്ട് 2 പാരയുടെ ലാസ്റ്റ് 2 ലൈൻസും ലാസ്റ്റ് 1 ലൈനും പിന്നെ ലാസ്റ്റ് ബട്ട് 1 പാര. എന്തായാലും നമുക്കിത് ആസ്പിൽ സീസിറ്റിൽ തന്നെ വായിക്കാം, കാരണം കുറച്ച് എഡിറ്റഡ് ആണ്. അപ്പൊ അത് കാരണം ഇതിൽ വായിക്കാവുന്ന മോർ ദൻ കംഫർട്ട്, അതായത് നമ്മളുടെ സൗഖ്യത്തിനും ആ സുഖ സൗകര്യത്തിനും അപ്പുറം, അതിനേക്കാൾ അധികം. When I'm feeling depressed, I repeat to myself statements such as these. Pain is the touchstone of progress. Fear no evil. This too will pass. This experience can be turned to benefit.
എന്നിട്ടോ these fragments of prayer bring far more than mere comfort. They keep me on the track of right action. They break up my compulsive themes of guilt, depression, rebellion, and pride. And sometimes they endow me with the courage to change the things I can and the wisdom to know the difference. ഇത് ഗംഭീര വരികളാണ്. നോക്കാം. When I am feeling depressed, ഞാൻ നിരാശയിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത്, ആ നിരാശാബോധത്തിലുള്ള സമയത്ത്, I repeat to myself statements such as these. നമ്മളെ പല സ്ലോഗൻസിനെ കുറിച്ച് തന്നെ പറഞ്ഞു. പെയിൻ ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് പ്രോഗ്രസ്. എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുക. വേദനയാണ് നമ്മളുടെ എന്താ പറയാ പുരോഗതിയുടെ യഥാർത്ഥത്തിലുള്ള ടച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന ഇടം. അതായത് പുരോഗതി തുടങ്ങാനായിട്ട് ഈ പെയിൻ വളരെ അത്യാവശ്യമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ റിക്കവറിയിലേക്ക് വരാനുള്ള പുരോഗതിക്ക് നമുക്ക് വേറൊരു പെയിൻ വേണ്ടി. ആൽക്കഹോളിസത്തിന്റെ വലിയൊരു പെയിൻ. ആ പെയിനിൽ കൂടെ ആണ് ആ പെയിൻ ആയിരുന്നു നമ്മുടെ ടച്ച് സ്റ്റോൺ ഇത് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഈ റിക്കവറിയിലേക്കുള്ള പുരോഗതി. അപ്പൊ ഇങ്ങനെയൊക്കെ സ്വയം അദ്ദേഹം പറയും. അദ്ദേഹത്തിന് സ്വയം നിരാശ തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. ഫിയർ നോ ഈവിൾ. നമുക്ക് എന്താ പറയാ, ഒരു വലിയ പാപത്തിനെ കുറിച്ചോ വേറൊരു കാര്യത്തിനെ കുറിച്ചോ ഭയക്കേണ്ട ആവശ്യമില്ല. ഫിയർ നോ ഈവിൾ വളരെ കൃത്യമാണത്. നമ്മളെ കാരണം ഇതൊന്നും എന്റെ തെറ്റ്, എനിക്കൊരു രോഗമാണല്ലോ എൻ്റെ ഈ അവസ്ഥ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് ചെയ്തതിന്റെ ഉത്തരവാദിത്തങ്ങൾ പോകുന്നൊന്നുമില്ല. അതൊക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ പല സമയത്ത് ഡിപ്രഷനിൽ വരുമ്പോൾ ആ ഡിപ്രഷനിൽ കരകയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഫിയർ നോ ഈവിൾ. അവനവന്റെ മനസ്സിനെ ഒന്നും കൂടി പക്വമാക്കി എടുക്കാം, ഒന്നും കൂടി ഉത്തേജിപ്പിച്ചെടുക്കാം. ഒരു റിജുവനേഷനാണ് മനസ്സിന്റെ. ഇനി ദിസ് ടു വിൽ പാസ്. അതെ, നിങ്ങൾ ഇത്രയധികം പേടിക്കണ്ട, ഇപ്പോൾ തന്നെ കടന്നു പോകും. ഇത് ഈ ഒരു കാര്യം കൂടി ഇതേ കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ മാറും, ഇതിൽ മാറ്റം വരും. പിന്നെയോ ദിസ് എക്സ്പീരിയൻസ് ക്യാൻ ബി ടേൺ ടു ബെനിഫിറ്റ്. ഇനി ഈ അനുഭവങ്ങളെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് അതിന്റെ ഗുണഫലങ്ങളിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടാവുന്ന മെച്ചങ്ങളിലേക്കായിട്ട് മെച്ചപ്പെട്ട വസ്തുക്കളിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ ഉച്ചരിക്കാറുണ്ട് പ്രയർ. എന്നിട്ട് പറഞ്ഞ എന്താണ്, ദീസ് ഫ്രാഗ്മെന്റ്സ് ഓഫ് പ്രയർ ബ്രിങ് ഫാർ മോർ ദാൻ മിയർ കംഫർട്ട്. അപ്പൊ അത് വെറും ഒരു സുഖാവസ്ഥ മാത്രമല്ല തരുന്നത്, അത് അതിൻ്റെയും അപ്പുറത്തേക്കുള്ള വേറെ ചില കാര്യങ്ങളാണ് ഈ പലതും ഇങ്ങനെ ഉച്ചരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് ആ പ്രയറെ ഏറ്റു ചൊല്ലുന്നതിലൂടെ ഒക്കെ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉദാഹരണത്തിന് പറയാം, ചില സമയത്തൊക്കെ ചില കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പ്രശാന്തരുടെ പ്രാർത്ഥന എത്ര ആക്സെപ്റ്റൻസ് തരുന്നുണ്ട്. അതേപോലെ 3rd സ്റ്റെപ്പിന്റെ പ്രവർത്തനം, 7th സ്റ്റെപ്പിന്റെ പ്രവർത്തനം, ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പ്രവർത്തനം, 10th സ്റ്റെപ്പിലെ പ്രവർത്തനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് എന്നെ സംബന്ധിച്ചു ഞാനതൊക്കെ ചില സമയത്തൊക്കെ ഞാൻ അല്ലാത്ത രാവിലുള്ള ആ റൂട്ടീനല്ല പറഞ്ഞ, റൂട്ടീൻ അല്ലാതെ പല സമയങ്ങളിലും ഇതൊക്കെ ചൊല്ലേണ്ടി വരാറുണ്ട്. ആ ഒരു നിരാശയിൽ പോയിട്ടും കൂടിയല്ല, ചെറിയ രീതിയിൽ ഒരു ഡിസ്കംഫർട്ട് വരുമ്പോഴും ഇതൊരു കംഫർട്ട് മാത്രമല്ല തന്നെ അതിൻ്റെയും അപ്പുറത്തേക്കാണ്. അപ്പൊ ദീസ് ഫ്രാഗ്മെന്റ്സ് ഓഫ് പ്രയർ ബ്രിങ് ഫാർ മോർ ദാൻ മിയർ കംഫർട്ട്. അപ്പൊ ആ കംഫർട്ടിനെക്കാളും അതിന്റെ അപ്പുറത്തേക്കുള്ള കുറെ കൂടി കാര്യങ്ങൾ പലതും തരുന്നു. ദേ കീപ് മീ ഓൺ ദ ട്രാക്ക് ഓഫ് റൈറ്റ് ആക്സെപ്റ്റൻസ്. അതാണ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ആക്സെപ്റ്റ്, ശരിയായ രീതിയിലുള്ള ആ ഒരു അംഗീകരിക്കും, അതിലേക്ക് വരും, അതിൽ എന്നെ നിലനിർത്തണമെങ്കിൽ ദേ കീപ് മീ ഓൺ ദ ട്രാക്ക് ഓഫ് റൈറ്റ് ആക്സെപ്റ്റൻസ്. പിന്നെ സെമിക്കോളൻ ആണ്, ദേ ബ്രേക്ക് അപ്പ് മൈ കമ്പൾസീവ് തീംസ് ഓഫ് ഗിൽറ്റ്. അതെ, എന്താ ചെയ്യണേ, എൻ്റെ കമ്പൾസീവ് തീംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. അതായത് ഈ സെൽഫ് പിറ്റി,
ഗിൽറ്റ് ഒക്കെ വരുമ്പോൾ കമ്പൾസീവായിട്ട് അതിൽ തന്നെ നിലനിൽക്കാനായിട്ട് തോന്നും നമ്മുടെ മനസ്സ്. കെട്ടിയിട്ട പോലെ പിടിക്കൂല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞത്? ദേ ബ്രേക്കപ്പ്. അതിനെയൊക്കെ ഇത് തകർക്കും, തല്ലി തകർക്കും, തച്ച് തകർക്കും എന്നാണ് പറഞ്ഞത്. ദേ ബ്രേക്കപ്പ് മൈ കമ്പൾസീവ് തീംസ് ഓഫ് ഗിൽറ്റ്, ഡിപ്രഷൻ, റെബല്യൻ ആൻഡ് പ്രൈഡ്. അപ്പൊ ഗിൽറ്റ് കുറ്റബോധം, ഡിപ്രഷൻ നിരാശ, റെബല്യൻ എതിർക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അഭിവാഞ്ച, എതിർക്കാനുള്ള ഒരു എതിർത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ഇത്, എന്താ പറയുക, ഒരു തോന്നല്. ആൻഡ് പ്രൈഡ്, അതുപോലെ അഭിമാനം, അഭിമാനബോധം. പിന്നെ ആൻഡ് സംടൈംസ് ദേ എൻഡോ മീ ദ കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. ചില സമയത്ത് അത് മാത്രമല്ല, അതിന്റെ അപ്പുറം എനിക്ക് ധൈര്യം തരുന്നു, എനിക്ക് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനായിട്ട് ധൈര്യത്തിന് തരുന്നു. ആൻഡ് ദ വിസ്ഡം ടു നോ. അതായത് ഇത് നമ്മൾ തിരിച്ചറിയാനുള്ള ആ വ്യത്യാസങ്ങളെ തിരിച്ചറിയാനുള്ള, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയാനുള്ള ആ വിവേകത്തെ ഇങ്ങനെ. അപ്പൊ അതിനൊക്കെ ഈ സ്ലോഗൻസ്, അല്ലെങ്കിൽ അതിന് ഫ്രാഗ്മെന്റ്സ് ഓഫ് പ്രയർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്ലോഗൻ നമ്മൾ സാധാരണ പറയുന്ന സ്ലോഗൻസ് വെറും ആപ്തവാക്യങ്ങൾ മാത്രമല്ല, അതൊരു പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ്. അതിനെ അങ്ങനെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുമ്പോൾ അതും ഒരു പ്രാർത്ഥന പോലെ തന്നെ അനുഭവത്തിൽ വരും. ഡബ്ല്യു പറയുന്നു, എനിക്കിത് എൻ്റെ ജീവിതത്തില് വളരെയധികം അനുഭവമുണ്ട്, പല അവസ്ഥകളിലും അനുഭവം ഉണ്ടായിരുന്നു, ഇപ്പോഴും അനുഭവമുണ്ട്, ഇന്നും അനുഭവം ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? മൈൻഡ് വളരെ കൂളാവും, നിരാശാബോധം അല്ലെങ്കിൽ ചില സമയത്ത് കോപത്തിൽ നിന്ന് ഒക്കെ മുക്തനാവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, എന്താ പറയാ, അത്രയും സത്യം പറഞ്ഞാൽ ആസ്വൽ സിറ്റിയിൽ കൂടെ പോകുമ്പോൾ തന്നെ വളരെ ഒരു എലേറ്റഡ് വേ ഓഫ് തിങ്കിങ്ങിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഇലേറ്റഡ് വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ സാധാരണഗതിയിലുള്ള ചിന്താഗതിയിൽ നിന്നും നമ്മളെ തന്നെ ഉയർത്തി കൊണ്ടുവന്ന് വേറൊരു ചിന്താ തലത്തിൽ നമ്മളെ പ്രതിഷ്ഠിക്കുന്നു. ഏതൊക്കെ സ്പിരിച്വൽ അവേക്കനിങ് അതാണ്, അല്ലെങ്കിൽ ആൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതാണ്, അല്ലാന്നല്ല പറഞ്ഞു. പക്ഷെ ഈ ആസ്വൽ സീസണിന്റെ ഇതുപോലെ 1-2 പേജ് ഒരു ദിവസം നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോവുകയാണെന്ന്, തീർച്ചയായിട്ടും ആ ഒരു ഇലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. ഇതെന്റെ അനുഭവം. വളരെയധികം അത്രയും അത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നും, ബിഗ് ബുക്കിൽ നിന്നായാലും 12 നിന്നായാലും ഗ്രേപ്പ് പോയിന്റിലെ ആർട്ടിക്കിൾസ് നിന്നായാലും അദ്ദേഹത്തിന്റെ ചില സ്പീച്ചുകളിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ചില അദ്ദേഹം എഴുതിയിട്ടുള്ള ചില കത്തുകളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത ചില ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് വളരെ ചൂസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സെലക്റ്റീവ്ലി ഇവിടെ എടുത്തിട്ട് കമ്പയർ ചെയ്തു. അതും എങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട്? ഒരു മാലയിൽ കോർത്ത പോലെ കണ്ടിന്യൂറ്റി ഇട്ടായിരിക്കും, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഡബ്ല്യുവിനെ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ഇനി ഈ പേജുകള് സൂചിപ്പിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആക്സെപ്റ്റൻസ്, നമ്മൾ തുടർന്നുള്ള സമ്മതം, അംഗീകാരത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ സമ്മതിക്കുന്നത്. പിന്നെ ഡിപ്രഷൻ, നിരാശയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രയർ, പ്രാർത്ഥനയെ കുറിച്ച്. ഇതൊക്കെയാണ് ഇതില് ഉള്ളത്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവാം. ഓൾമോസ്റ്റ് നമസ്കാരം. യെസ്, പറയൂ. ഈ കമ്പൽസറി തിങ്സിലെ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് ഭയവും ഉത്കണ്ഠയല്ലേ? ഭയവും ഉത്കണ്ഠ മാത്രമൊന്നുമല്ല, റെബല്യൻ കമ്പൾസീവ് ആണ് അല്ലേ? ഞാനൊരു കാര്യത്തിനെ എതിർക്കണം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരിവിടെ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കണം ഇല്ലേ? റെബല്യൻ അത് ഈ പറയുന്ന എല്ലാം അതിലെ, അതായത് അത് കുറ്റബോധത്തിലെ കമ്പൾസീവ് തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. എൻ്റെ അനുഭവം.
ചില കാര്യങ്ങൾ കുറ്റബോധം വന്നിട്ട് വല്ലാത്ത പ്രശ്നമായിട്ട് ഉറക്കം പറയാണ്ടൊക്കെ ഇരുന്നിട്ട് അത് അൺലെസ് ഞാൻ എൻ്റെ സ്പോൺസറോടോ വേറെ ആരോടോ ഷെയർ ചെയ്യുന്നത്, എന്നിട്ട് പിന്നീട് പ്രാർത്ഥിക്കും എന്ന് ചെയ്യും. അതേപോലെ ഡിപ്രഷൻ വന്നാലും അത് തന്നെയാണ്. ആ നിരാശാബോധത്തിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും. അതായത് പിന്നെ അത് നമ്മൾ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതേപോലെ റെബലിയൻ ഒരു പ്രത്യേക രീതിയിലുള്ള എനർജിയാണ് തരാം, പക്ഷെ അത് ഫോൾസ് എനർജിയാണ്. ഇത് നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതികരിക്കാതിരിക്കണം എന്നല്ല പറഞ്ഞത്. പ്രതികരണം വേണം, പക്ഷെ ആ എതിർപ്പോട് കൂടി ഉള്ള ഒരു റബലിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഇത് മാറിപ്പോകുന്നു. അതിന്റെ ലൈൻ ഓഫ് തിങ്കിങ് മാറിപ്പോകും. പിന്നെ പ്രൈഡ്, അഭിമാനം ഉണ്ടെങ്കിലോ, അയ്യോ അഭിമാനം കമ്പൾസീവ് അല്ലേ, അതിൽ തന്നെ നിലനിൽക്കില്ലേ. ദുരഭിമാനം വേണ്ട, സദഭിമാനം ആയിക്കോട്ടെ, നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള അഭിമാനം. ചിലപ്പോൾ ഇന്നത്തെ റിഫ്ലക്ഷനിൽ പറഞ്ഞതാണ്, ഈ എന്താ പറയാ, പ്ലീസിങ് അതേഴ്സ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഞാൻ വിചാരിച്ചിരുന്നത് അത് എൻ്റെ ഒരു അതിന് ഷെയർ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടോ, അത് എൻ്റെ ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട് ആണെന്നാണ് വിചാരിച്ചിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന് പോസിറ്റീവ്. പക്ഷെ ഏര് വന്നിട്ട് ഇൻവെന്ററി എടുത്തപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഇസ് നോട്ട് എ പോസിറ്റീവ് ആട്രിബ്യൂട്ട് എന്ന് മനസ്സിലായത്. അത് മറിച്ച് അതൊരു ക്യാരക്ടർ ഡിഫക്റ്റ് ആണെന്ന്. അപ്പൊ ഇതുപോലെ ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ഇനിയും പലതുണ്ട് അതില്. ഒക്കെ കമ്പൾസീവ് ആണ് എല്ലാം. കമ്പൾസീവ് ആവുകയാണ്. പറയൂ. അതെ, ഭയവും പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അല്ലാത്തതും ഉണ്ട്. ഭയമൊക്കെ അതിൽപ്പെടും, കമ്പൾസീവ് ആവും. എന്തിനൊക്കെ ഭയം? നമ്മളെ ലൈംഗികമായ അഭിവാഞ്ചം, കാമാസക്തി, ഇതൊക്കെ കമ്പൾസീവ് ആയി. പണത്തോടുള്ള ആസക്തി, എന്താ പറയാ, പല കാര്യങ്ങളിലുള്ള ആർത്തി, ഈ എല്ലാവിധ ആർത്തികളും ഇങ്ങനത്തെ ഒക്കെ കമ്പൾസീവ് ആവും. പൊസിഷൻ, പവർ ഡ്രൈവ് ചെയ്യുന്ന ഇതെല്ലാം കമ്പൾസീവ് തന്നെ. ഇതിന്റെ ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ടിലെ എത്രാമത്തെ പേജ് എന്ന് പറഞ്ഞേ? ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടില് 272 ലാസ്റ്റ് ബട്ട് 1 പാരഗ്രാഫും ലാസ്റ്റ് ബട്ട് 2 പാരഗ്രാഫിന്റെ അവസാന ലൈൻ, അവസാന സെന്റൻസ്. അപ്പൊ 3 ലൈൻസ് വരും. ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് മോർ ഫോർ ഡിസ്കഷൻ? താങ്ക് യു ചേട്ടാ. ഓക്കെ then. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അശോകൻ ചേട്ടാ, ഒരുപാട് നന്ദി. ലക്ഷ്മണൻ ചേട്ടാ അടുത്തതായിട്ട് വരാം. ഓക്കെ, കേൾക്കാലോ അല്ലെ? കേൾക്കണ്ടല്ലോ അല്ലെ? കേൾക്കാം ചേട്ടാ. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തൻ. ദൈവസഹായത്താലും ഈ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടെന്ന് മദ്യപിച്ചിട്ട പേര് ലക്ഷ്മണൻ. ലക്ഷ്മണൻ ചേട്ടൻ ഹായ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച 10-ാം പടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം. In step 3, we have made a decision to turn our wills and turn our lives over to the will of God. In step 3, we have made a decision to turn our lives over to the will of God, and that is about as perfectly as we can do that. That is about as perfectly as we can do that. എന്റെ തീരുമാനം എന്താണ്? എന്റെ ജീവിതം ദൈവത്തിന്റെ ഇച്ഛയിലേക്ക് വിട്ടുകൊടുക്കാം, ദൈവത്തിന്റെ വില്ലിലേക്ക് വിട്ടുകൊടുക്കാം. We have made a decision to turn our lives over to the will of God,
And that is about as perfectly as we can. പറ്റാവുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. God will take care of our growth. All we have to do is remove the things that block us from God. അപ്പോ ഈ ദൈവവും ഞാനും ആയിട്ട് ഇടയിലുള്ള ആ ഒരു തടസ്സം ഉണ്ടാക്കുന്നതിനെ ഞാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് തന്നെയാണ് പറയുന്നത്. ഗോഡും ഞാനുമായിട്ട് തമ്മിലുള്ള ആ അടുപ്പത്തിന് അല്ലെങ്കിൽ ആ ഒരു ഗോഡുമായിട്ടുള്ള എന്റെ ബന്ധത്തിനെ തടസ്സം നിർത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. പേടി, ഫിയർ, റിസെന്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതും മാറ്റിക്കഴിഞ്ഞാൽ ദൈവം എന്റെ വളർച്ചയെ ദൈവം നോക്കിക്കോളും. അതിനെയാണ് വിട്ടുകൊടുക്കല്. അത് തന്നെയാണത്. 3-ാം പടിയുടെ ഒരു ഇത് തന്നെയാണത്. 3-ാം പടി എന്താണ് പറയുന്നത് അത് തന്നെയാണ്. The only way to do that is through steps 4, 5, 6, 7, 8 and 9. അതാണ് ആക്ഷൻ സ്റ്റെപ്സ്. ഇത് ചെയ്യാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? 4-ാം പടി, 5-ാം പടി, 6-ാം പടി, 7-ാം പടി, 8-ാം പടി, 9-ാം പടി. The spirit will then grow. If the spirit grows, the mind will grow. And when the mind grows, our relationships with other people and the rest of the physical world will grow. കഴിഞ്ഞ ആഴ്ച വാഴ്ച സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ ഗ്രോത്തിന്റെ ഒരു കാര്യം പറയണം. സ്പിരിറ്റ് വളരും. ഇത് ഈ 4 തൊട്ട് 9 വരെ പടികൾ ചെയ്തു കഴിയുമ്പോൾ സ്പിരിറ്റ് വളരും. അത് വളരുമ്പോൾ മൈൻഡ്, മെന്റൽ ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് മൈൻഡ് വളരുമ്പോൾ ഫിസിക്കൽ വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമല്ല മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള ലോകത്ത് ആ റിലേഷൻഷിപ്പും വളരും. This growth is unending, and step 10 is the beginning of this growth in our lives. ഈ വളർച്ച ഒരു അവസാനമില്ലാത്തൊരു വളർച്ചയാണ്. 10-ാം പടിയിലാണ് അത് വളരാൻ തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ 10-ാം പടിയിൽ നമ്മൾ 10-ാം പടി എത്തിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 4, 5, 6, 7, 8, 9 പടി ചെയ്തിട്ടാണ് 10-ാം പടി എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു ബോധത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ 10-ാം പടി, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കും നമ്മൾ 10-ാം പടിയിൽ നിന്നും മുൻപോട്ട് പോവുക എന്നുള്ളത്. ആ ഒരു ഗ്രോത്തിനാണ് അൺഎൻഡിങ് ഗ്രോത്ത്. സ്റ്റെപ്പ് 10 is a way to enter the plan of continuous growth. അതാണ്. അപ്പം ഒരിക്കലും തീരാത്ത ഒരു വളർച്ച, അതിലേക്കുള്ള ഒരു എൻട്രിയാണ് 10-ാം പടി. We can't remain at a certain point. ഒരു സ്ഥലത്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പോവരുത് എന്നാണ് പറയുന്നത്. എവറിത്തിങ് ഈസ് ഐദർ ഗ്രോയിങ് ഓർ ഡിറ്റീരിയറേറ്റിംഗ്. ഒന്നിന് വളർച്ച അല്ലെങ്കിൽ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. Everything is either growing or deteriorating. You might look at a stone building and think that is not changing, but it is actually deteriorating. ഒരു ബിൽഡിങ്ങിന്റെ കാര്യം പറയണം. നമ്മൾ ആ ബിൽഡിങ്ങിനെ കാണുമ്പോൾ അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് ക്ഷയിക്കുകയാണെന്ന് പറയുന്നത്. ക്ഷയിക്കുന്നുണ്ട്. ശരിയാണ്. വളരെ അങ്ങനെയൊന്നും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. This is why we practice these steps, these principles on a daily, continuous basis. അപ്പൊ ഇതുകൊണ്ടാണ് അത് വല്ലാത്തൊരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതുപോലെ ഈ ബിൽഡിങ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അത് ക്ഷയിക്കുന്ന കാര്യത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും തിരിച്ചറിയുന്നില്ല. അത് വരാതിരിക്കാനാണ്. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഡിറ്റീരിയറേറ്റിംഗ്. ഇതുകൊണ്ടാണ് നമ്മൾ പടികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ തത്വങ്ങൾ ദൈനംദിനമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കാരണമാണ് ഈ ക്ഷയം നമ്മൾക്ക് ഉണ്ടാവാതിരിക്കാൻ. എ ഗുഡ് ഹെൽത്തി സ്റ്റെപ്പ് 10 ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഹൗ വി ഓൾ ബേസ്ഡ് ഓൺ ഹൗ വെൽ വി ഹാവ് അണ്ടർസ്റ്റുഡ് സ്റ്റെപ്പ് 4, 5, 6, 7, 8 and 9. അതാണ് 10-ാം പടി. ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു 10-ാം പടി എപ്പോഴും എന്തടിസ്ഥാനത്തിലാണ്?
എത്ര നല്ല രീതിയിൽ 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9ഉം പടികൾ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് അപേക്ഷിച്ചിരിക്കും എന്നാണ് പറയുന്നത്. വി ഫൈൻഡ് ദാറ്റ് some people cannot work step 10 because they haven't done the other steps effectively and thoroughly. ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് 10ാം പടി ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം 4, 5, 6, 7, 8, 9 പടികള് അവര് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. Effectively and thoroughly. Steps 4, 5, 6, 7, 8, and 9 are the tools that are built into step 10. 4, 5, 6, 7, 8, 9 പടികള് ഒഴുകിയെത്തുന്നത് 10ാം പടിയിലേക്കാണ്. അവയെ ഈ 4, 5, 6, 7, 8, 9 പടികളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 10ാം പടിയിലേക്ക് എത്തുന്നത്. സോ ഇഫ് യു കാൺട് ഡു ദം, യു കാൺട് വർക്ക് സ്റ്റെപ്പ് 10. അപ്പൊ ഈ പടികൾ ചെയ്തിട്ടില്ലെങ്കിൽ 10ാം പടിയും ചെയ്യാൻ പറ്റില്ല. അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4, 5, 6, 7, 8, 9 ചെയ്തിട്ടില്ലെങ്കിൽ 10ാം പടിയിലേക്ക് എത്താൻ പറ്റില്ല. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ 10ാം പടിയിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുകയാണ്. I think the inventory is probably the basis of our preparation. In the inventory, we said that things emanate from the inside out. That is, our character. That it was really our character defects. Okay. I think the inventory is probably the basis of our preparation. നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇൻവെന്ററി ആണ്. 4ാം പടി. In the inventory, we said that things emanate from the inside out. ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. That it was really our character defects which caused the resentments. നമ്മളുടെ സ്വഭാവ ദൂഷ്യങ്ങളാണ് നമുക്ക് വിദ്വേഷം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. We said that things emanate from the inside out. അകത്തു നിന്നും പുറത്തേക്ക്. എന്താണ് character defects which caused resentments? വിദ്വേഷം ഉണ്ടാക്കിയ character defect എന്താണ്? Inside out. It was really our character defect which caused resentments. സ്വഭാവ ദൂഷ്യങ്ങളാണ് വിദ്വേഷം ഉണ്ടാക്കുക. But we analyze them from the outside in. പക്ഷെ അത് പിന്നീട് പുറത്തുനിന്ന് അകത്തേക്കൊന്ന് അനലൈസ് ചെയ്തു, അത് ഒന്ന് വിശകലനം ചെയ്തപ്പോ we looked at the resentments first. അതാണ്. അപ്പൊ റിസെന്റ്മെന്റ് എന്താണ് ആദ്യം നോക്കിയപ്പോഴാണ് the person we resented. അതിന് നോക്കി. അത് പുറത്താണല്ലോ. അതാണ് പുറമേ നിന്ന് അകത്തേക്ക് നോക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ the person we resented, ആരോടായിരുന്നു വിദ്വേഷം. Then we looked at what they had done. അത് എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യം പിന്നീട് നോക്കി. And then we traced that over to see which part of self was threatened. അതാണ്. അപ്പൊ പുറമേക്ക് വന്നു, ആരോടാണ് വിദ്വേഷം എന്ന് നോക്കി. Then we looked at what they had, എന്ത് ചെയ്തു എന്ന് നോക്കി. പിന്നെ അതുകൂടെ പിന്നെ തിരിച്ചറിഞ്ഞു എന്താണ് ശരിയായ, എന്താണ് സ്വഭാവ ദൂഷ്യത്തിന്റെ സ്വഭാവം, എന്താണ് നമ്മളുടെ തെറ്റ് ഓർ ക്യാരക്ടർ ഡിഫക്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. Having done it that way, when we come to step 10, each day throughout the day and throughout our lives, we use these tools when a resentment comes up. അതൊരു പ്രാക്ടീസാണ്. അതായത് എല്ലാ ദിവസവും ഇതേപോലെ വിദ്വേഷം ഉണ്ടാവുമ്പോൾ ഈ ഒരു ടൂൾസ് നമ്മൾ എടുത്ത് പ്രയോഗിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാ ദിവസവും ദൈനംദിനമായിട്ട് നമ്മുടെ പ്രോഗ്രാം തന്നെ ഒരു ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പൊ done it that way, when we come to step 10, each day throughout the day and throughout our lives, ഓരോ ദിവസം പരിപൂർണമായിട്ടും ദിവസം മുഴുവനും പിന്നെ ജീവിതം മുഴുവനും, അങ്ങനെ ജീവിതം മുഴുവനും ആക്കിക്കൊണ്ട് ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ വിദ്വേഷം ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് പ്രയോഗിക്കും.
most of our discomforts are caused by one of our grosser handicaps. Most of our discomforts, നമുക്കുണ്ടാവുന്ന അസ്വസ്ഥത മെയിനായിട്ടും ഉണ്ടാക്കി തീർക്കുന്നത് നമ്മളുടെ മൊത്തത്തിലുള്ള പോരായ്മകളാണ്. Remember, the big book says our grosser handicaps are resentments, fears, and guilt and remorse for something we have or have not done in the past. അപ്പോ ഈ വിദ്വേഷം അല്ല, എന്താണ് നമ്മുടെ പോരായ്മ എന്നുള്ളത് ബിഗ് ബുക്ക് പറയുന്നത്. നമ്മളുടെ ഗ്രോസർ ഹാൻഡിക്യാപ്പ് എന്താണ്? നമ്മുടെ മൊത്തത്തിലുള്ള പോരായ്മ എന്താണ്? വിദ്വേഷം, പേടി, കുറ്റബോധം, പിന്നെ റിമോഴ്സ്. റിമോഴ്സ് പറയുന്നത് ഒരു മൂകത. ഇതിന്റെ ഫോർ സംതിങ് വി ഹാവ് ഡൺ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ആവാം. മറ്റേ ഭൂതകാലത്ത് ചെയ്തിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ചെയ്യാത്തതിന്റെ ഒരു കാരണം കൊണ്ടാവാം. Most of our uncomfortable feelings will fit under one of these categories. എന്ത് അസ്വസ്ഥതയും ഈ ഒരു ഇതില് ഫിറ്റ് ആവും. ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ അത് ഫിറ്റ് ആവും. A lot of times we can call our uncomfortable feeling something else, but such feelings are usually based on our basic character defects. അപ്പൊ കുറെ പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ അസ്വസ്ഥമായിട്ടുള്ള ഫീലിങ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും പറയാം. ബട്ട് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മളിൽ ഉണ്ടാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത് എന്നുള്ളത് പറയാം. ഇതിലൊരു പഞ്ച് ലൈൻ കൊടുത്തിരിക്കുകയാണ്. We need to ask ourselves, am I being selfish? Am I being self-seeking? Am I being dishonest? Am I being inconsiderate? Am I being fearful? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിരന്തരമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അത് പഞ്ച് ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. When we feel something, we try to find out what it is. എന്തെങ്കിലും ഒരു അനുഭവം, എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടായാൽ അത് എന്താണ് എന്ന് we try to find out. അതെന്താണെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കും. We can say, I have got a resentment. Now we don't have to figure out what did resentment, figure out who did something to us. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ I have got a resentment, എനിക്കൊരു വിദ്വേഷം എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണത്. Now we don't have to figure out who did something to us. അപ്പൊ അത് ആരംഭത്തിൽ പറയാണ്. നമുക്കിപ്പോ അത് ആരാണ് ചെയ്തതെന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. That's going the wrong way. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആരാണെന്നുള്ള കണ്ടുപിടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായ രീതിയായിരിക്കും നമ്മൾ. Instead, we try to see which part of self has been threatened. അപ്പൊ അവിടെയാണ് എന്റെ അകത്തേക്ക് നോക്കാനാണ് പറയുന്നത്. പുറമേയുള്ള അത് ആരോടാണ് എന്താണെന്നുള്ളതിന് ചോദിക്കുന്നതിനെക്കാട്ടും അത് എന്റെ ഏത് വശത്തെയാണ് അത് കയറി പിടിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. ഇൻസ്റ്റെഡ് ട്രൈ ടു സീ വിച്ച് പാർട്ട് ഓഫ് സെൽഫ് ഹാസ് ബീൻ ത്രെട്ടൻഡ്. എന്തൊരു കാരണം കൊണ്ടാണ് ഈ പേടി എനിക്കുണ്ടായിട്ടുള്ളത്. വി ഡോണ്ട് പേ അറ്റൻഷൻ ടു ദ ഫസ്റ്റ് 2 columns. വി ഗോ ഇമ്മീഡിയറ്റ്ലി ടു ദ 3rd column. അതാണ് നേരത്തെ ആ കോളത്തിനൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2 കോളത്തിനെ നോക്കാതെ നമ്മൾ 3-ാം കോളത്തിലേക്ക് ചാടും എന്നാണ് പറയുന്നത്. യാസ്, വാട്ട് പാർട്ട് ഓഫ് മീ ഹാസ് ബീൻ ത്രെട്ടൻഡ്? We know that something has been threatened or we wouldn't have a feeling like this. ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാൻ എന്തോ ഒരു സംഭവം എന്നിൽ പേടി ഉണർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ്. Then
we can say which character defect has come to the surface. അങ്ങനെ വരുമ്പോൾ ഏത് സ്വഭാവ ദൂഷ്യമാണ് മേൽനിലയിലേക്ക് മേൽത്തരത്തിലേക്ക് മുകളിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Then we can say which character defect has come to the surface. അപ്പൊ എന്താണ് സ്വഭാവ ദൂഷ്യം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. You can spot it right away. അപ്പൊ അത് കണ്ടുപിടിക്കാനും സാധിക്കും. It's one of these things: selfishness, dishonesty, lack of consideration, fear or self-seeking. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. Fear or self-seeking. Most likely one of those has come back into the personality. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചു വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Once we identify it, we can deal with it. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അതുമായിട്ട് നമുക്ക് സംവാദിക്കാൻ പറ്റും. We might feel that we need to talk it over with another person, but not always. അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കിത് മറ്റൊരാളോട് പറയേണ്ടി വരാം. എപ്പോഴും ആയിക്കൊള്ളണമെന്നില്ല, പറയേണ്ടി വരാം. അങ്ങനെയാണ് അതിന്റെ ഒരു അതിൽ പ്രവർത്തിക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ we can deal with it. We might feel that we need to talk it over. അപ്പൊ ഇത് വേറൊരാളോട് സംസാരിക്കണം എന്ന് നമുക്ക് തോന്നും. The key thing here, as in many other illness, is early detection. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. എല്ലാ രോഗത്തിലും അത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ രോഗാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിന്റെ ഒരു ഡിറ്റക്ഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡയഗ്നോസിസ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. Step 10 tells us to detect these things early. അതാണ് 10-ാം പടി ചെയ്യുന്നത്. 10-ാം പടി എന്താ ചെയ്യുന്നത്? ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. A lot of times they are like some of what we wrote down in step 4. അപ്പൊ 4-ാം പടിയിൽ നമ്മൾ സെൽഫ് ഇൻവെന്ററി ചെയ്യുമ്പോൾ എഴുതി വെച്ച പല കാര്യങ്ങളും പോലെ തന്നെ ആയിരിക്കും ഇതും എന്നാണ് പറയുന്നത്. ആൻഡ് identifying them is sometimes enough. കണ്ടുപിടിക്കുന്നത് മതി, പക്ഷേ they look stupid and they just go away. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നും വലിയൊരു കാമ്പുണ്ടാവില്ല എന്നാണ് പറയുന്നത്. And they just go away. അത് പോയേക്കാം. When we catch ourselves back in those patterns again, we can often analyze them in our minds and deal with them because we have learned to do it in step 4. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോ നമ്മളുടെ ആ ഒരു ഈ പടികൾ ചെയ്യുന്നതിന്റെ ഒരു വളർച്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 4-ാം പടി ചെയ്ത് ശീലിച്ചു കഴിഞ്ഞ ശേഷം ഈ ഒരു അവസ്ഥ വരുമ്പോ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനും അതുമായിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ നമ്മളെ ഈ പ്രോഗ്രാം പഠിപ്പിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡിഫോൾട്ട് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. 4-ാം പടി ചെയ്തിട്ടുണ്ട്. അതിൽ 4-ാം പടിയിൽ അത് ചെയ്യുമ്പോൾ തുടക്കം അത് ആ ലെവല് വേറെ ഈ ലെവല് വേറെ, അതിന്റെ ആ ഒരു ലെവലിന്റെ വ്യത്യാസം കാണിച്ചു തരാണ്. We are promised in Big Book a new freedom, page 83. We have had to do a lot of work for the new freedom, and it can be protected. As soon as I feel a resentment and say, it's so and so's fault. We are promised in Big Book a new freedom. ഒരു പുതിയ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് പേജ് 83 പറയുന്നുണ്ട്. We have had to do a lot of work for this. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. And it can be protected. അത് നമുക്ക് കാത്തു സൂക്ഷിക്കാനും സാധിക്കും. As soon as I feel a resentment and say it's so and so's fault,
വിദ്വേഷം തോന്നിയ ഉടനെ തന്നെ ഇത് ഇന്ന ആളുടെ തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ ഐ റിയലൈസ് ഐ ആം ഗിവിങ് അപ്പ് മൈ ന്യൂ ഫ്രീഡം. അപ്പോ എന്റെ ഈ പുതിയതായി എനിക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ ഞാൻ തന്നെ കളയുകയാണ് എന്ന് പറയാണ്. I am giving up my new freedom. I am turning the reins of my life back over to someone else. അതായത് എന്റെ ജീവിതം ദൈവത്തിന്റെ അടുത്ത് വിട്ടുകൊടുക്കാതെ വേറൊരാളിലേക്ക് വീണ്ടും അതിന് തിരിച്ചുവിടുകയാണ്. The reins of my life over to someone else. മറ്റൊരാളിലേക്ക്. ഈ പറയുന്ന വിദ്വേഷം ഇന്ന ആളുടെ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ the secret is that if it's my fault, the secret is that if it's my fault, I have a chance to be free. The secret is that if it's my fault, I have a chance to be free. I always say, I hope it's my fault. അപ്പൊ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാല് if it's my fault, I have a chance to be free. അതിന്ന് ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഐ ഹോപ്പ് ഇറ്റ്സ് മൈ ഫോൾട്ട്, അത് എന്റെ തെറ്റായിരിക്കും എന്ന് ഞാൻ പറയുന്നു. വേറൊരാളിൽ കൈ ചൂണ്ടാതെ ഞാൻ എന്റെ അകത്തേക്ക് തന്നെ നോക്കിയിട്ട് ഞാൻ എന്റെ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. It's so easy to go back to the old pattern of saying, they did this or that to me. It's so easy to go back to the old pattern of saying, they did this or that to me. അയാൾ അത് ചെയ്തു, ഇയാൾ അത് ചെയ്തു എന്ന് പഴയതുപോലെ തന്നെ പറയാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. But if we do, we will either go back to our old way of living or at least we will be miserable. ഈ 10-ാം പടി ചെയ്തിട്ടുള്ള ഒരു സ്വതന്ത്രം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഇതുപോലെ പഴയതുപോലെ അവരത് ചെയ്തു, അവരിത് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പോയാൽ we will either go back to our old way of life. Old way of life നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. Or at least we will be miserable. വളരെ വളരെ അവസ്ഥയിലേക്ക്, വളരെ ഒരു എന്താ പറയാ, ഒരു വളരെ കഷ്ടപ്പാടിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. The key thing is to detect discomfort early. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഡിറ്റക്ഷൻ പെട്ടെന്ന് നടക്കണം. അത് നടന്നു കഴിഞ്ഞാൽ അനലൈസ് ഇറ്റ് റൈറ്റ് അവേ. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്തു ആൻഡ് വർക്ക് യുവർ വേ റൈറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുക. അപ്പൊ നമ്മളുടെ ഉദ്ദേശം വളരെ ആ ഉദ്ദേശത്തിലേക്കുള്ള ക്ലാരിറ്റീനെ കൊണ്ടുവരാണ്. 10-ാം പടി ചെയ്യാനുള്ള ആ ഒരു ഉദ്ദേശത്തിന്റെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാണ്. It is a lot easier to do it this way than to do it the way most people do who are new and just learning the program. തീർച്ചയായിട്ടും നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യുന്ന അവരുടെ പരിചയക്കുറവുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനേക്കാളും വളരെ സിമ്പിളാണ് ടു ഡു ഇറ്റ് ദിസ് വേ. ഇപ്പൊ പറഞ്ഞ 10-ാം പടി ഇപ്പൊ അതായത് പുറമേക്ക് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ അവനവന്റെ അകത്തേക്ക് പോകുന്ന ആ കാര്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോട്ട് ഈസിയർ ടു ഡു ദിസ് വേ. ഇങ്ങനെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ദാൻ ടു ഡു ഇറ്റ് ദ വേ മോസ്റ്റ് പുതിയ ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ അതിനേക്കാളും വളരെ എളുപ്പമാണ് എന്ന് പറയുന്നത്. Many times they don't see the advantage of immediately doing this naming, analyzing and letting go. എന്താണ് പല പ്രാവശ്യവും അവർ കാണുന്നില്ല. എന്താണ് എന്തിന്റെ ഗുണങ്ങളെ കാണുന്നില്ല. എന്തിന്റെ ഗുണങ്ങൾ? ഇമ്മീഡിയറ്റ്ലി ഡൂയിങ് ദിസ്, പെട്ടെന്ന് അത് ചെയ്യുന്നതിന്റെ ആ ഗുണം, അതിനൊരു പേര് കണ്ടുപിടിക്കുന്നതും അത് അനലൈസ് ചെയ്യുന്നതും പിന്നെ അതിനെ വിട്ടുകളയാനുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരറിയുന്നില്ല.
they will let these things pile up until they have to go to someone in the program and get some help to get out from this, get out from under the mess. ആകെ കുഴപ്പങ്ങളിലാവും. ഇതിങ്ങനെ കൂടി ഈ രീതിയിൽ ചെയ്യാതെ, പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്ത് അതിന് വേണ്ട പ്രവർത്തികൾ ചെയ്യാതെ അത് പൈലപ്പ് ചെയ്ത് ആരോടെങ്കിലും പോയിട്ട് ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. മോസ്റ്റ് പീപ്പിൾ ലേൺ പ്രിറ്റി ഫാസ്റ്റ് ആഫ്റ്റർ എ ലിറ്റിൽ ഏർലി ഹെൽപ്പ്. പല ആളുകളും പെട്ടെന്ന് ഇത് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുറച്ചൊക്കെ തുടക്കത്തിൽ ഒരു സഹായം വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. After a while you get skilled at spotting trouble right away. ഇതിങ്ങനെ ചെയ്ത് ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ഈ പ്രോഗ്രാം ചെയ്തവർക്ക് അത് നന്നായിട്ട് അറിയാനും പറ്റും. അത് ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും പല സ്ഥലം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അത് സംഭവിക്കും എന്നുള്ളത്. After we take on this challenge for a while, it becomes exciting. അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപരന്തരാവും. The more we do step 10, the more we learn about ourselves. കൂടുതൽ 10ാം പടി ചെയ്യുമ്പോൾ കൂടുതൽ അവനവനെ മനസ്സിലാക്കാൻ സാധിക്കും. It becomes a project. Thus, this is healthy. അപ്പൊ അതൊരു പ്രോജക്റ്റ് ആയി തീരും. അത് വളരെ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ്. We have been running from ourselves for so long. Now we can take an interest in ourselves. നമ്മള് പല സമയത്തും നമ്മളിൽ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയിൽ ആയിരുന്നു അതായത് കുറെ കാലം. And now we can take an interest in ourselves. നമ്മളിൽ തന്നെ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. It's not a negative kind of self-centeredness. അതായത് ഇവിടെ സെൽഫ് സെന്റേർഡ്നെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത് അവനവനിലുള്ള ഇൻട്രസ്റ്റ്, അത് സ്വാർത്ഥതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വാർത്ഥതയല്ല അവനവന് അറിയുന്നത് എന്ന് പറയുന്നത് അവനവന് വേണ്ടിയിട്ട് കിട്ടാനുള്ള അങ്ങനെയല്ല. സ്വാർത്ഥതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതാണ് സെൽഫ് സെന്റേർഡ്നെസ്. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് വേണം, ആർത്തി പോലുള്ള അതല്ല. എന്നിലുള്ള കാര്യങ്ങളെ ഞാൻ തന്നെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. It's not a negative kind of self-centeredness. Instead, we begin to see what we may contribute to life. അപ്പൊ ജീവിതത്തിലേക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക, ആ ഒരു അവനവനെ കുറിച്ചുള്ള അറിവാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ സെൽഫ് സെന്റേർഡ്നെസ്സോ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സോ അല്ല. What our talents may be, what our lives are all about. This is what our lives are all about. This kind of self-interest is healthy. നേരത്തെ പറഞ്ഞ സെൽഫ് ഇൻട്രസ്റ്റ്, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാൻ, ഇതിന്റെ ഒരു താല്പര്യത്തെയാണ് നേരത്തെ പറഞ്ഞത്. ഇതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് വളരെ ആരോഗ്യപരമായിട്ടൊരു കാര്യം തന്നെയാണ്. We can now have goals and ways to meet our goals. അപ്പൊ നമുക്ക് ഇനി ഉദ്ദേശങ്ങൾ വെക്കാം, ഒരു ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അതിലേക്ക് അത് എങ്ങനെ ആ ലക്ഷ്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും
എങ്ങനെയാണ് അത് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ളതാണ്. We can have success and a purpose for living. അതാണ്. അപ്പൊ അതാണ് ഇതിനെയാണ് ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ജീവിത ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. You will have a purposeful life. Since we are told to do it daily, people interpret the 10th step as a step that you do once a day. Many people think you are supposed to do it before bed at night, but we should work step 10 throughout the day. ഒരു തെറ്റിദ്ധാരണയെ കുറിച്ച് പറയുകയാണ്. എല്ലായ്പ്പോഴും 10-ാം പടി ചെയ്യാം, നാം എല്ലായ്പ്പോഴും 10-ാം പടി ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അല്ലാതെ ഇന്ന സമയത്ത് രാവിലെ ചെയ്യണം, കിടക്കുമ്പോൾ ചെയ്യണം, അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. We are supposed to do it throughout the day. ആ ദിവസം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കണം. A lot of people interpret this step as meaning that just before we go to bed, we should look to see if we hurt anybody that day and ask for forgiveness and jump in bed. But most of us humans get into trouble in the daytime, not when we are in bed asleep. കിടക്കുമ്പോഴല്ല നമ്മൾ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത്. നമ്മൾ രാവിലെ ജീവിതത്തിൽ ആക്റ്റീവായിരിക്കുന്ന സമയത്താണ് നമ്മൾ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പൊ ആ സമയത്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കണം. I think this step does mean that when we hurt anyone, we set it right, because that's related to step 8 and 9. ആ ഒരു നമ്മളത് ചെയ്യുമ്പോൾ, ഈ പടി ചെയ്യുമ്പോൾ, I think this step does mean that when we hurt നമ്മൾ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് നേരെയാക്കും. അതാണ് 8-ാം പടി 9-ാം പടിയുടെ കാര്യമാണ് പറയുന്നത്. Because that is related in step 8. 8-ാം പടിയിൽ എന്താണ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി, 9-ാം പടിയിൽ നമ്മൾ അവരോട് പരിഹാരം ചെയ്തു. അതാണ് അത് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ്. When we were wrong, promptly admitted it. തെറ്റ് പറ്റുമ്പോഴെല്ലാം കുറ്റം സമ്മതിക്കുന്നുണ്ട്. Also means we admit to ourselves when we are once again in a troublism. നമ്മൾ സമ്മതിക്കുകയാണ്. നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും സമ്മതിക്കുകയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. Uncomfortable ourselves, promptly admitted it also means we admit to ourselves when we are once again in a troublesome, uncomfortable behavior or way of thinking. അതാണ് ഇതൊക്കെ തന്നെയാണല്ലോ ഇതൊക്കെ തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഇതിനെ കുറിച്ച് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ അത് പറയണം, അത് അക്സെപ്റ്റ് ചെയ്യണം. Of course, we know better now and we can try to get out of it in a hurry. അപ്പൊ അത് ആവശ്യമില്ലാത്തതിനെ പെട്ടെന്ന് തന്നെ പുറന്തള്ളാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ വെച്ചാൽ ചെയ്ത് ശീലിച്ചതുകൊണ്ട്. But often we humans, നമ്മൾ മനുഷ്യര് പലപ്പോഴും എന്താണ് നമുക്കുള്ള ഒരു ഇതിനെ കുറിച്ച് പറയണം. We respond to emotional pain like we respond to physical pain. ഇമോഷണൽ പെയിനെ നമ്മൾ പലപ്പോഴും ഫിസിക്കൽ പെയിനുമായി അതേപോലെ റെസ്പോണ്ട് ചെയ്യും. അതല്ല, ഇമോഷണൽ പെയിൻ വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഇമോഷണൽ പെയിനിന്റെയും ഫിസിക്കൽ പെയിനിന്റെയും വ്യത്യാസത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. യൂഷ്വലി when we have physical pain, we know it indicates something is wrong, and we say immediately to seek
what we can do to relieve it. With emotional pain, we sometimes just take it on and try to live with it instead of trying to find out what is causing it. ഈ ഫിസിക്കൽ പലപ്പോഴും ഫിസിക്കൽ പെയിൻ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാനുള്ള പോലെയുള്ള മരുന്ന് കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യും. പക്ഷെ പലപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൊണ്ടു നടക്കുകയാണ് നമ്മൾ ചെയ്യുക എന്നാണ് പറയുന്നത്. But emotional pain too is a sign that something is wrong. അവിടെയും എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെ ഇമോഷണൽ പെയിൻ. Something is wrong with us. It is a sign that our character has gotten off its track. അത് എന്തിന്റെ സൂചനയാണ്? എന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ എന്റെ സ്വഭാവത്തിലുള്ള നേർവഴിയിൽ നിന്നും വ്യഭിചരിച്ചു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. പെയിൻ ഈസ് എ സിംറ്റം ഇൻ ബോത്ത് കേസസ്. അത് ശാരീരികമായാലും മാനസികമായാലും വേദന എന്ന് പറയുന്നത് ഒരു അറിയിപ്പ് തന്നെയാണ്, ഒരു സിംറ്റം തന്നെയാണ്. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ. When we have emotional pain, we should be aware that something has gone wrong, and something has gone wrong or is about to go wrong. എന്തോ പ്രശ്നത്തിലായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോ ഇമോഷണൽ പെയിൻ ഉണ്ടാവും, മാനസികമായിട്ടുള്ള പെയിൻ ഉണ്ടാവും. ആൻഡ് വി ഷുഡ് നിപ്പ് ഇറ്റ് ഇൻ ദി ബഡ്. അതന്നെ അത് പത്താമ്പടി ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു അണ്ടർലൈനിങ് ഫാക്ടർ അതാണ്. അതായത് എന്താണ്, പെട്ടെന്ന് അത് എന്താ പറയാ, അവിടുന്ന് തന്നെ നുള്ളിക്കളയണം എന്ന് പറയുന്നതാണ്. നിപ്പിറ്റ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തോ ഒരു സംഭവത്തെ നുള്ളിക്കളയുക, തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയുക. അതിന് വേറെന്തോ ഒരു വാക്കുണ്ട്, എനിക്കത് കിട്ടുന്നില്ല. നിപ്പിറ്റ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ അതിനെ വളരാൻ അനുവദിക്കാതെ തുടക്കത്തിൽ തന്നെ അതിനെ നുള്ളിക്കളയുക എന്നുള്ളതാണ്. We deal with it instead of sweeping it under the rug. അത് ഒളിച്ചു വെക്കാതെ, അല്ലെങ്കിൽ അതിങ്ങനെ കൊണ്ടു നടന്നു പുറത്തേക്ക് കൊണ്ടുവരാതെ, അതിനെങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവാതെ നമ്മൾ അതുമായിട്ട് ഉള്ള ഒരു സംവാദം ചെയ്തുകൊണ്ട് നമ്മള് we deal with it instead of sweeping it under the rug and letting it get really bad. അത് അങ്ങനെ അതിനെ വെച്ചോണ്ടിരുന്നുകൊണ്ട് അതിനെ പുതപ്പിന്റെ അടിയിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുക, അതിനെ മോശമായ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ഡീൽ ചെയ്യുക പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ നുള്ളിക്കളയണം. അതിനെ മുളയിലെ നുള്ളുകാരായിരിക്കും അല്ലേ ലക്ഷ്മണേട്ടാ? മുളയിലെ മുള എന്ന് പറഞ്ഞാൽ ഈ മുളച്ചു വരുന്ന അപ്പൊ മുളയിൽ അതാണ് ആ വാക്കാണ് എനിക്ക് കിട്ടാത്തത്. മുളയിലെ നുള്ളിക്കളയണം എന്നാണ് പറയുന്നത്. കറക്റ്റ്. ഇഫ് വി ക്യാൻ ഡു ദാറ്റ് ഇഫക്റ്റീവ്ലി വി വിൽ ഗ്രോ. അപ്പൊ വളർച്ചയുടെ കാര്യത്തിലേക്കാണ് പത്താമ്പടി. പത്താമ്പടിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നമ്മൾ വളരുന്നു എന്നാണ് പറയുന്നത്. ആ വളർച്ചയെ കുറിച്ചാണ് ഇവിടെ ഒരു ഫോക്കസ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ വളർച്ചയുടെ ആ ഒരു ട്രാക്കിലേക്ക് വീഴുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് അവിടെ നിർത്താം. വളർച്ചയുടെ ഭാഗത്തിൽ എത്തിക്കൊണ്ട് നമുക്ക് നിർത്താം. പത്താമ്പടിയുടെ വളരെ പ്രസക്തമായിട്ടുള്ള വളരെ ഇതൊക്കെ എന്താ പറയാ, വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇമോഷണൽ ചേഞ്ച് ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, എപ്പോഴെപ്പോഴും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ചെയ്യണം, രാവിലെ എണീക്കുമ്പോൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ഏത് സമയത്താണോ പ്രശ്നം വരുന്നത് ആ സമയത്ത് ചെയ്യണം. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ രാവിലെ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സമയത്തെല്ലാം ആക്റ്റീവ് ആയിരിക്കണോ ആ സമയത്തൊക്കെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ
ഒന്ന് ചെന്ന് പെടാറുള്ളത്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ്. അപ്പൊ അത് ഈ നമ്മള് 4 മുതൽ 9 വരെയുള്ള പടികൾ ചെയ്ത് ഒരു അതിന്റെ ഒരു എന്താ പറയാ നാക്ക് വേണമെങ്കിൽ പറയാം കിട്ടിക്കഴിഞ്ഞാല് 10-ാം പടിയിൽ പിന്നെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു സ്കിൽഡ് ആയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ വായിക്കുമ്പോ അതൊക്കെ ശരിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിർത്താം. എന്തെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാ നിങ്ങള് മോഡറേറ്റർ എന്താ വെച്ചാ അത് ഗോ അഹെഡ്. താങ്ക് യു വെരി ഒരു ലക്ഷ്മണൻ ചേട്ടാ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പടികളിലൂടെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ ചേട്ടൻ പറഞ്ഞ ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് സമയമുണ്ട്. ദയവായിട്ട് സമയം കളയാതെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ചോദിക്കാം. ഞാൻ പറയാം. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാരെ നൽകുന്ന നമ്മുടെ സഹായത്തിന് ദിവസം മധ്യവെച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ചേട്ടാ ഹായ്. മിക്കവാറും കാണുന്ന ഒരു പ്രോബ്ലം എന്നോ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ചിലപ്പോൾ ബിൽഡബ്ല്യൂ അതുകൊണ്ട് തന്നെയായിരിക്കും 12 പടികളും 12 പാരമ്പര്യത്തിന്റെ ലേഖനത്തിൽ തന്നെ സൂചിപ്പിച്ചത്. 1-ാം പടിയും ചെയ്യും, 12-ാം പടിയും ചെയ്യും. ബാക്കി ഇടയ്ക്കുള്ള എല്ലാ പടികളിലൂടെയും കടന്നു പോകാതിരിക്കുന്നു എന്നൊരവസ്ഥ. നമ്മൾ ഈ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് അത് ചെയ്യാനുള്ള കൂടുതൽ ഉന്മേഷവും ആവേശവും ഒക്കെ ഓരോ മെമ്പേഴ്സിനും കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പം ഇത് കൂടാതെ ഒരു വാലിപ്പിയുടെ പുസ്തകമുണ്ട്, വാലിപ്പി. അതിന്റെ ബാക്ക് ടു ബേസിക്സ് എന്നാണ് പറഞ്ഞത്. അത് പടികളെ കുറിച്ച് എങ്ങനെയാണ് ഒരു അംഗം പടി ചെയ്യാനായിട്ടുള്ള എന്റെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ചോദ്യം ഇതാണ് ലക്ഷ്മണ ചേട്ടാ, നമ്മൾ ചേട്ടനും അങ്ങനെ തോന്നിയിട്ടില്ലേ? 1-ലും 12-ലും ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ 1-ഉം 2-ഉം 3-ഉം പടികളൊക്കെ വരെ ചെയ്യും. 1-ാം പടിയിൽ അനിയന്ത്രിതമായ ജീവിതത്തെ കുറിച്ച് സമ്മതിക്കും. 2-ാം പടിയിൽ ഒരു വിശ്വാസത്തിലേക്ക് വന്നെന്ന് റെഡിയാവും, ഒരു വിശ്വസിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ വരും. 3-ാം പടിയിൽ എല്ലാം നമ്മൾ ഈ ടിഷൽ ടു പാസ് എന്നൊക്കെ നമ്മുടെ അശോകേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമ്മള്, അല്ലെങ്കിൽ നമ്മുടെ വില്ലിന് പകരം ദൈവത്തിന്റെ വില്ല് വരട്ടെ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ നിൽക്കും. അതായത് അത് പിന്നീട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര കഠിനമായിട്ട്. അതായത് 4-ാം പടിയില് ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്തി ഇതൊക്കെ പറയുക, അല്ലെങ്കിൽ സ്പോൺസറുടെ സഹായത്തോടു കൂടി നമ്മുടെ ധാർമ്മിക നിലവാരത്തിൽ നിന്ന് വിലയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. അതിനെപ്പറ്റി ലക്ഷ്മണേട്ടൻ 2 വാക്ക് സംസാരിക്കുമോ? ശിവു, അതന്നെ ഞാൻ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്കും ഈ ഒരു സംശയം എനിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എന്നിലും ആ ഒരു സംശയം എനിക്ക് മാറിക്കിട്ടുന്നത്. അതായത് അതാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഇത്, വി ആർ ബേസിക്കലി ആൽക്കഹോളിക്സ്. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. ഇത് മാറാ രോഗമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈനംദിനമായിട്ട് കേൾക്കാറുണ്ട്, നമുക്ക് അറിയാറുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ അറിയുന്നില്ല, എങ്കിൽ പോലും നമ്മൾ ചില കാര്യം ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദൈനംദിനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോ ഈ അവസ്ഥ ഇങ്ങനെ മുകളിലോട്ടും ചോട്ടിലേക്കും ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോലെ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഇതെന്താണ്, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോ ഞാൻ ഇത് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കുന്നു. ഞാനത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാനൊരു കുടിയനാണ്. ഞാനൊരു കുടിയൻ. ഈ റിക്കവറിങ് ആൽക്കഹോളിക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്നെ ബാധിക്കുന്ന ഒരവസ്ഥയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു കുടിയനാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ അത് വരും. അത് നമ്മളെ ബ്ലോക്ക് ചെയ്യും, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പല തെറ്റിദ്ധാരണകളിലേക്ക്
അതിന് പല കാരണങ്ങളുണ്ടാവും. അതിൽ തന്നെ പറയുന്നുണ്ട്, ചിലവർ പെട്ടെന്ന് പഠിക്കും, ചിലവർ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഈ അനലൈസ് ചെയ്യാനും അവരുടെ പ്രോബ്ലം സോൾവ് 10ാം പടി ചെയ്യാൻ, അതായത് ചുരുക്കി പറഞ്ഞ ഇന്നിപ്പോ വായിച്ചു വെച്ച് പറയും, ഈ 10ാം പടി ആ ഒരു സ്കിൽഡ്, ഇത് വേറെ കാര്യങ്ങളൊന്നല്ല. എന്തെങ്കിലും വണ്ടി നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു മറ്റേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്കൊരു ബില്ലിംഗ് കെട്ടാനോ അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഒരു നല്ല പാട്ട് പാടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വല്ലാത്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ. അത് ഓരോരുത്തർക്കും അവരുടെ അനുഭവത്തിലൂടെ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സിറ്റീസിലൂടെയുള്ള അനുഭവമാണ്. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടും ഓരോരുത്തരിലും ഈ സ്കില്ല് വ്യത്യസ്തമായിട്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാൻ മനസ്സിലാക്കുന്നുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് അത് വ്യത്യസ്തമായിട്ട് വരുന്നത്. ചിലവര് പെട്ടെന്ന് പഠിക്കുന്നു, ചിലവര് അതിൽ പല കാര്യങ്ങളുണ്ട്. പല ഈ എന്താ പറയാ, ഈ ഞാൻ എന്നുള്ള കാര്യം ഒരു തുടർച്ചയായിട്ട് വരും. അങ്ങനെ അഫ്കോഴ്സ് അതൊക്കെ ഞാൻ സംസാരിച്ച ഐ തിങ്ക് ഐ വിൽ ഗോ ഓഫ് ദ ട്രാക്ക്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില ഫിലോസഫിക്കാണ് അത്. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു, പക്ഷെ അത് നമ്മളുടെ എല്ലാവർക്കും അത് തോന്നിക്കൊള്ളുന്നില്ല. അപ്പൊ അത് എന്തായാലും വ്യത്യസ്തരായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ അങ്ങനെ വെക്കാം നമുക്ക്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ഉള്ള ആളുകളാണ് നമ്മളൊക്കെ. അത് തീർച്ചയായിട്ടും ഇത് ഈ സ്കില്ല് ഉണ്ടാവുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നിന്ന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കപ്പെടും. ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് പ്രൊവൈഡഡ് യു വർക്ക് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയല്ല, ആൽക്കഹോളിക്സ് അനോണിമസിൽ സ്ഥിരമായിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതൊക്കെ വെറുതെ പറയല്ല. ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്ന പോലെ ഇപ്പോ ഞാനും ചിലപ്പോ ഒന്നും ഉദ്ദേശിക്കാതെ ചിലപ്പോ മീറ്റിംഗിൽ കഴിഞ്ഞു കഴിഞ്ഞാല് തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന പോലെ കീപ് കമ്മിങ് ബാക്ക്, ഇറ്റ് വർക്ക്സ് പ്രൊവൈഡഡ് ഇറ്റ് വർക്ക് ഞാനും ചിലപ്പോ പറയുന്നുണ്ടാവും. പക്ഷേ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് അതെന്താണെന്ന് അറിയുന്നത്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ഇതൊരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ചില സ്ഥലത്ത് ബ്ലോക്കുകൾ വരാം. ബ്ലോക്കുകൾ വരുന്നത് കൊണ്ട് എന്താണ്, പ്രശ്നങ്ങൾ വരണമല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ അതിനെ മറികടക്കാനുള്ള ഒരു അവസരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പൊ അതുണ്ടാവും. അതുണ്ടായിക്കൊണ്ട് അതിനെ മറികടക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദൈനംദിനമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പാക്കേജ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്ത് അപ്പൊ നമ്മൾ 10ാം പടിയിൽ എത്തുമ്പോ അത് കുറച്ചുകൂടി ഈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അത് നേരത്തെ വായിക്കുമ്പോൾ പറഞ്ഞു, ചെയ്യുന്നത് തന്നെ ആയിരിക്കും, നേരത്തെ ചെയ്തത് തന്നെ ആയിരിക്കും 10ാം പടി ചെയ്യുന്നത്. പക്ഷെ ഒരു എന്താ പറയാ, നമ്മൾ ആദ്യം ഈ സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ ബാക്കിൽ ഒരാൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൂടെ ഓടി വന്നിട്ട് പിന്നെ അയാൾ മെല്ലെ വിടും. പിന്നെ അയാൾ അവിടെ നിൽക്കും. പിന്നെ നമ്മൾ കുറച്ചു ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ പോയി ബാക്കിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, മൂപ്പരില്ല ബാക്കിൽ, നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ ഒറ്റക്കാണ് ഓടിക്കണത് എന്നുള്ളത്. അതിങ്ങനെ കുറെ വീഴ്ചകളും കുറെ അതിലുള്ള ഒരേ അനുഭവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിക്കുന്ന ഒരു അവസ്ഥ എത്തും അല്ലെ. ഐ മീൻ ഐ ഡോണ്ട് നോ, എനിക്കിത് പെട്ടെന്ന് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്റെ മനസ്സിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, അല്ലാണ്ട് ഞാനെന്തോ വലിയൊരു എക്സാമ്പിൾ പറയുകയല്ല. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ 10ാം പടി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെയുള്ള പല വീഴ്ചകളും പല ഇതുകളൊക്കെ സംഭവിച്ച ശേഷം നമ്മളൊരു അവസ്ഥയിലെത്തി. പിന്നെ വളർച്ച അവിടുന്നാണ് വളർച്ച ശരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളൊരു. അപ്പൊ ഈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറയണ അവിടെ സ്റ്റക്കാവും. അതൊക്കെ ഉണ്ട്. അതൊക്കെ അത് എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ വായിക്കുന്നത് നമ്മൾ. അതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ട് ഇപ്പൊ എനിക്ക് എല്ലാം അറിഞ്ഞു എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഇല്ല. അതന്നെയാണ് പറയുന്നത്. ഇതിപ്പോ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ നാളെ എഗെയിൻ പുതിയ സംഗതികൾ ക്രോപ്പ് അപ്പ് ചെയ്യും. അപ്പോ ഇന്നാള് ഞാൻ വേറൊരു കാര്യം കൂടി റിലേറ്റ് ചെയ്തിട്ട് നിർത്താം, സമയമായി. ഇന്നാള് ഞാനൊരു പ്രഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എത്ര പേര് അത് അറിയില്ല, ഈ ശ്രീകൃഷ്ണൻ 1000 തലയുള്ള പാമ്പിന്റെ മേലെ കയറി കളിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആക്ച്വലി അത് ഒരു എന്താ പറയാ, അതൊരു റെപ്രസെന്റേഷൻ ആണ്, ഒരു കോൺസെപ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഈ 1000 തലയുള്ള പാമ്പ് കയറി എന്തിനാ കളിക്കുന്ന വെച്ചാല് ആ പാമ്പിന്റെ ഒരു തല ചവിട്ടി താഴ്ത്തുമ്പോ വേറൊരു തല പൊന്തുന്ന പറയുന്നത്.
അതാണ് ഈ പാമ്പ് എന്ന് പറയുന്ന പ്രശ്നമാണ് അവിടെ അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് ദിസ് ഈസ് വാട്ട് ഒരു ലൈഫ് ഈസ് ഓൾ അബൌട്ട് ദിസ്. അത് നമ്മൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫ്രീഡവും ഈ പറയുന്ന ഒരു സ്വസ്ഥതയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതില് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ 10-ാം പടി ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോ യെസ്, പുതുമക്കാര് ഏതായാലും അതിന് പറയുന്നുണ്ട്, പുതുമക്കാര് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും അല്ലേ. പുതുമക്കാരിച്ച് ഞാനും ഒരു സമയത്ത് പുതിയ പുതുമക്കാരൻ തന്നെ ആയിരുന്നു. എന്താണെന്നൊന്നും ഇപ്പൊ എനിക്ക് എല്ലാം അറിയുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ അറിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പൊ അതിലൊരു ലെവലൊന്നും നമ്മളിവിടെ ആരും നോക്കുന്നില്ല, അവിടെ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മളുടെ ഗ്രോത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതുപോലുള്ള നമ്മൾ ഇന്ന് വായിച്ച പോലുള്ള സംഗതികൾ വായിക്കുമ്പോഴാണ് എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു 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 ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയെ കുറിച്ച് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു ഷിബു. തന്നെയാണ് എനിക്ക് താങ്ക് യു ലക്ഷ്മണൻ ചേട്ടാ. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിന്റെ പേരിൽ. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ബിഗ് ബുക്കിലൂടെ കടന്നുപോയതിൽ ഒരുപാട് നന്ദി. ഹരിഹരൻ ലക്ഷ്മണൻ ചേട്ടന്റെ കുടുംബത്തിനും അപ്പം അതിലൂടെ കടന്നുപോയതിൽ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പം എല്ലാവിധമായ ആശംസകളും മരണം വരെ സുബോധാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. പ്രാർത്ഥിക്കാനായിട്ട് ജോളിച്ചേട്ടാ. യെസ്, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സുതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Please coming back if you want. Thank you.